ഗോവിന്ദ ഹരേ ഓം നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സുഖമല്ല ഇപ്പോൾ എല്ലാവർക്കും. ഇപ്പോൾ ഇതൊരു ശബരിമല യാത്രാ വീഡിയോ ആണ്. ഇത് നമ്മൾ യാത്ര പോകുന്നത് സത്രം വഴിയാണ്. കുറച്ച് ലേറ്റായിട്ടുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ 2025 ലാസ്റ്റ് ഡിസംബർ മാസത്തിൽ നമ്മൾ ശബരിമല പോയതാണ്. അതിൻ്റെ കുറച്ച് വീഡിയോ സത്രം വഴിയുള്ള യാത്രയാണ്. അപ്പം കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു വെച്ചാണ്. അപ്പോൾ എന്നാൽ അതൊന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങളെ കൂടെ കാണിക്കാം എന്നുള്ള രീതിയിൽ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ തുടക്കമൊക്കെ കണ്ടല്ലോ, നമ്മൾ നേരെ കോട്ടയത്തു നിന്ന് തിരുനക്കരയിൽ കെട്ടിമുറുക്കി നേരെ സത്രത്തിലെത്തി. KSRTC സത്രത്തിലെത്തി. അവിടുന്ന് അവിടെ ഒരു വിരിയൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ച് അവിടെ തന്നെ കിടന്നൊക്കെ ഉറങ്ങി. പിറ്റേ ദിവസം നമ്മൾ സത്രത്തിൽ നിന്ന് യാത്ര തിരിക്കാൻ പോവുകയാണ്. ഇതാണ് സത്രം. നമ്മൾ വന്നത് തലേദിവസം വന്നതാണ്. പക്ഷേ തിരക്കും ഒരു നമുക്ക് പാസ്സൊന്നും കിട്ടിയില്ല. പിന്നെ അന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഒരു 7:30 പാസ്സൊക്കെ കിട്ടി. അവിടെ തന്നെ ഒക്കെ വിരി വെച്ച് കിടന്നു. പിറ്റേ ദിവസം രാവിലെ ചിത്രത്തിൽ നിന്ന് പുറപ്പെടാനായിട്ട് തയ്യാറായി നിൽക്കുന്നതാണ്. രാവിലെ ഒരു 7:30 കഴിഞ്ഞപ്പോൾ തൊട്ട് പാസ് വിളിച്ച് തുടങ്ങി. ഇനിയിപ്പം കാട്ടിലൂടെയുള്ള യാത്രയാണ്, അറിയാമായിരിക്കും. ഒരുപാട് വീഡിയോസിലൊക്കെ പോയവർക്കൊക്കെ അറിയാമായിരിക്കും. പിന്നെ അതിമനോഹരമായ കാനനപാതയിലൂടെയുള്ള യാത്രയാണ്. ഇനിയിപ്പോൾ അതിനായിട്ട് നമ്മളിതേ കയറി തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കണ്ട് ശബരിമലയിൽ എത്തിച്ചേരുന്നവരുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങ് യാത്ര ചെയ്യാം. അതുപോലെ ഇതിൽ ഒരു കറുത്ത ഗ്ലാസ് വെച്ചിരിക്കുന്നത് കണ്ടിട്ട്, സൺഗ്ലാസ് വെച്ചിരിക്കുന്നത് കണ്ണിന് കഴിഞ്ഞ വർഷം ഒരു ചെറിയ ഇഞ്ചുറിയൊക്കെ പറ്റി അതിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പൊടിയും അതുപോലെ കാര്യങ്ങളൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കേട്ടോ. അല്ല സ്റ്റൈലിന് വെച്ചിരിക്കുന്നൊന്നുമല്ല. ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് പെട്ടെന്ന് കാണുന്നവർക്ക് ഇനിയിപ്പോൾ എന്താണ് സൺഗ്ലാസ് ഒക്കെ വെച്ചാണ് ശബരിമലയ്ക്ക് പോകുന്നൊരു തോന്നലൊക്കെ വരാം. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ഈ വീഡിയോ ഇങ്ങനെ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ പുല്ലുമേട് യാത്രാ വീഡിയോയിൽ കാണുന്നത് പറഞ്ഞ പോലെ വളരെ സുന്ദരമായ കാഴ്ചകൾ, മനോഹരമായ സംഭവം, സുന്ദരമായ മനോഹരമായ കാഴ്ചകളൊക്കെയാണ്. പക്ഷെ അതുപോലെ ഭയങ്കര കഷ്ടപ്പാട് കൊണ്ട് എത്തിച്ചേരാൻ എന്ന് ഇതിലേ പോയപ്പോഴാണ്, ആദ്യമായിട്ട് പോകുമ്പോഴാണ് മനസ്സിലായത്. ഇതിനു മുമ്പ് നമ്മൾ തിരുമേലി കാനനപാത വഴി യാത്ര ചെയ്തിട്ടുണ്ട് പറഞ്ഞ പോലെ. പക്ഷെ അതിന് കിലോമീറ്റർ കുറവാണെങ്കിലും പക്ഷേ ഭയങ്കരമായിട്ടൊരു ടഫ്, പ്രത്യേകിച്ച് ഈ ഇറക്കത്തിൽ രാവിലെ കയറിയോണ്ട് വെയിലിൻ്റെ വലിയ പ്രശ്നം വന്നില്ല പുല്ലുമേട് ഭാഗത്തൊന്നും. പക്ഷേ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ശരിക്കും കഷ്ടപ്പെട്ടു. പറഞ്ഞ പോലെ 7:30 കയറാൻ തുടങ്ങി. നമ്മൾ അവിടെ എത്തിയപ്പോൾ ഏറെക്കുറെ ഒരു 3:30-4 മണിയോളൊക്കെ ആയി. ആ ഒരു ഇത് കാരണം വീഡിയോയിലൊക്കെ പലപ്പോഴും പുല്ലുമേട് കാഴ്ചകൾ മാത്രമായിട്ട് കാണിച്ച് പോകുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ ആ ഒരു ഇറക്കത്തിൻ്റെ കാഴ്ചകൾ പലപ്പോഴും വിഷ്വൽസ് ഒന്നും കാണാറില്ല. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് കാണിക്കാം. ഇതിന് മറ്റൊരു വശമുണ്ടല്ലോ, എന്താ പറഞ്ഞാൽ കഷ്ടപ്പെട്ടാലുള്ളൂ അയ്യപ്പനെ കാണാൻ പറ്റും. അതൊരു സത്യമാണ്. എന്നാൽ അതൊരു നല്ല എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസുമാണ് നമുക്ക്. നടന്ന് ഇത്രയും ദൂരം നടന്ന് അവിടെ ചെന്ന് ശബരിമലയിൽ ചെന്ന് സ്വാമി അയ്യപ്പനെ കാണുക എന്ന് പറയുന്നത്. ഇരിക്കട്ടെ. മഴയത്തൊന്ന് നമ്മുടെ ഇതൊന്നും നമ്മൾ ഈ പറയുന്ന സ്പീഡിലൊന്നും നടക്കാൻ പറ്റത്തില്ല. സമയം നോക്കണ്ട, പകുതിയായി. ബ്യൂട്ടിഫുൾ.
അജു ഇല്ല അജു ഇവിടെയാ ചെന്നൈയിലാ എന്നാ ആ ഫോൺ വീഡിയോ എല്ലാം ഉണ്ട്. ആ ഫോട്ടോ കണ്ടിട്ട് ഓരോരുത്തരൊക്കെ ചോദിക്കും. നമുക്കൊന്നും